അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ജോ ബൈഡൻ. കഴിഞ്ഞ മാസത്തെ സംവാദത്തിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ബൈഡൻ ഏറെ പിന്നിലായിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കമല ഹാരിസിനെ ട്രംപ് എന്നും യുക്രൈൻ പ്രസിഡന്റിനെ പുടിനെന്നും തെറ്റായി പറഞ്ഞ ബൈഡനെതിരെ വീണ്ടും വിമർശനങ്ങൾ ഉയരുകയാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ വിഴിഞ്ഞം റിപ്പോർട്ടിങ്ങിനിടയിലാണെന്നറിയാം, എങ്കിൽ പോലും ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഐസൻ, ഒരു അർത്ഥത്തിൽ എതിരാളികൾ കഴിഞ്ഞ വട്ടം ബൈഡൻ മത്സരിക്കുമ്പോൾ ട്രംപ് അടക്കമുള്ളവർ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹത്തിന് ഓർമ്മയില്ല, അദ്ദേഹം നടക്കുമ്പോൾ വീണു പോകുന്നു, US പ്രസിഡന്റ് ആകാനുള്ള, എന്നാൽ ഒരു രാഷ്ട്രത്തിൻ്റെയും തലവനാകാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഐസൻ, എന്താണ് സംഭവിക്കുന്നത് ബൈഡന്? തീർച്ചയായും പ്രദീപ്, ബൈഡന് നേരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ ആരോപണങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യമാകുന്നു, അല്ലെങ്കിൽ കുറെ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നു എന്നാണ് പുതിയ സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ചർച്ചകളിൽ, അതായത് ഡിബേറ്റുകൾക്കിടയിൽ അദ്ദേഹം നിരവധി തവണ പ്ലംബ് ചെയ്യുന്നതും എല്ലാം തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വാക്കുകൾ തപ്പിപ്പിടിക്കുന്നത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യല അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഇക്കഴിഞ്ഞ ദിവസം നാറ്റോ സഖ്യവുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിലാണ് വ്ളാഡിമിർ സെലൻസ്കിയെ പുടിൻ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ കമല ഹാരിസിനെ ട്രംപ് എന്ന് പറയുകയും, അതായത് വൈസ് പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ വാക്കുകൾ തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് അദ്ദേഹത്തിന് കോൺസെൻട്രേഷൻ സാധ്യമാകുന്നില്ല. മാത്രമല്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, 81 വയസ്സാണ്, എന്നീ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നത് വലിയൊരു ചർച്ചാ വിഷയമായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, സെനറ്റ് അംഗങ്ങളിൽ ഒരാളും അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസിലെ ഒരാളും ഒരു 13 പേരും ഇദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കയിലെ ഈ പാർലമെന്റിലെ 2 ഹൗസുകളിലെയും അംഗങ്ങൾ, ബൈഡന്റെ പാർട്ടിയുടെ അംഗങ്ങൾ തന്നെ ഈ ബൈഡനെ മാറ്റണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായ ഒരു വിഷയം. ഇക്കാര്യത്തിൽ ഏറെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രദീപ്.